അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ ഭർത്താവിൻ്റെ മൗനം അത് ബുഷിയെ വളരെയധികം വിഷമിപ്പിച്ചു. അദ്ദേഹം എത്തിയിട്ടില്ല. വൈകുന്നേരം ആയി തുടങ്ങി. മോളെ, ഇന്ന് ഓന് ഡ്യൂട്ടി കൂടുതലുണ്ടോ എന്തോ അറിയില്ല. കാണാനില്ലല്ലോ. ഉമ്മ, എന്താ അറിയില്ല. പിന്നെ ഡ്യൂട്ടി സമയത്ത് വിളിക്കരുത്, ഫോൺ അറ്റൻഡ് ചെയ്യാറൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. ആ, എന്നാ വിളിക്കൊന്നും വേണ്ട മോളെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു കാർ അങ്ങോട്ട് വരുന്നു അൻഷിഫിന്റെ വീട്ടിലേക്ക്. ഏ, അത് പാരാ, ഒരു ബ്ലാക്ക് കാറായിരുന്നു വന്നത്. ഒരു നിമിഷം അവൾ, ഉമ്മ, ഒരു കാറ് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. ആരടി, മോനാണോ? അല്ല, ഇക്കാൻ്റെ കാറ് ഗ്രേ കളറല്ലേ, ഇത് ബ്ലാക്ക് ആണ്. ഓ, ആരാവോ. എന്നാൽ പെട്ടെന്ന് അതാ ഡോർ തുറന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. കൂളിംഗ് ഗ്ലാസ് ധരിച്ചുകൊണ്ട് വെളുത്തു തടിച്ച ഒരാൾ. അത് മറ്റാരുമല്ലായിരുന്നു. അതെ, അത് ഡോക്ടർ സിനാൻ. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി. ഡോക്ടർ ബുഷി, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. പിന്നെ അൻഷിഫ് ഡ്യൂട്ടിയിലാണ്, നല്ല തിരക്കാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിൻ്റെ കാര്യം ഞാൻ അവനോട് പറഞ്ഞിരുന്നല്ലോ. നൈറ്റ് ഡ്യൂട്ടിയോ? ആർക്ക്? അപ്പം നീ അറിഞ്ഞില്ലേ? അതെ, നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നുള്ള കാര്യം ഇന്നലെ രാത്രി ഞാൻ അവനോട് പറഞ്ഞല്ലോ. ഇന്ന് അവൾക്ക് പകൽ ലീവ് നൈറ്റിലാണെന്നുള്ളത്. അപ്പം നീ അറിഞ്ഞില്ലേ? അത് അവളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല. അത് ചിലപ്പോൾ ആ ആ ഞാൻ അറിഞ്ഞിരുന്നു. അവൾ അങ്ങനെ അങ്ങ് വിഷയം മാറ്റി. കാരണം തൻ്റെ ഭർത്താവിനെ മോശക്കാരനാക്കരുത് എന്നതായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത. അത് പിന്നെ ഞാൻ കയറിയിരിക്കും. മോളെ, ആരാ അവിടെ? ഉമ്മ, അതെ, ഇക്കയുടെ ഫ്രണ്ടാണ് സിനാൻ ഡോക്ടർ. ഓ, അത് ശരി, സിനാനാണോ? വന്നിരുന്നല്ലോ ഓന്, നമ്മളെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ മോനെ, ഇങ്ങോട്ട് കയറിയിരിക്കേ. അല്ല, അൻഷിഫ് എന്തേ? അത് മൂപ്പർക്ക് ഡ്യൂട്ടി കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, ഇവൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണേ. അപ്പോൾ അൻഷിഫ് സാറിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനൊക്കെ ഇനി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പറയുമ്പോഴേ ആകപ്പാട് തലവേദനയുള്ള കേസാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങ് പോന്നു. മോളെ ബുഷി, മോൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണോ? ഉമ്മ, അത് മോൻ പറഞ്ഞതൊന്നുമില്ലല്ലോ. നിന്നോട് പറഞ്ഞിരുന്നോടി? ആ ഉമ്മ, നൈറ്റ് ഡ്യൂട്ടി. ആ, എന്നാ വൈകിപ്പിക്കണ്ട, പൊയ്ക്കോ. അല്ല, അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകാൻ നിനക്ക് പ്രയാസമുണ്ടോ? എന്നാൽ അതാ ഡോക്ടർ സിനാൻ പറഞ്ഞു, ബുഷി, നീ ഒരുങ്ങിക്കോ. പിന്നെ ഇനി അവനെ കാത്തു നിൽക്കണ്ട. അവന് നീ ടയേർഡായി വന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെല്ലേ. സർ, ഞാൻ എന്താ, നിന്നോട് അവൻ പറഞ്ഞിട്ടില്ലേ? ആ, പറഞ്ഞിരുന്നു. പിന്നെ നീ അത് ഒരുങ്ങാത്തത്? നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് നൈറ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഈവനിങ്ങത്തിന് തുടങ്ങും. ഓക്കെ. അവൾ മനമില്ലാ മനസ്സോടു കൂടി ഫ്രഷ് ആകാൻ പോയി. എന്നാലും എൻ്റെ ഭർത്താവ് എന്നോടത് പറഞ്ഞില്ലല്ലോ. അതോ മറന്നതായിരിക്കോ? അതെ, മറന്നതായിരിക്കും. എൻ്റെ ഭർത്താവ് എന്നോട് പറയാതിരിക്കൂല. പാവമാണ് അദ്ദേഹം. ഒന്ന് വിളിച്ചു ചോദിക്കണോ? അല്ലെങ്കിൽ വേണ്ട, അവിടെ ചെന്നിട്ട് കാണാം, അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ അവൾ മാറ്റി ഒരുങ്ങി. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. മോളെ, അവന് ഗ്ലാസ് ചായ കൊടുക്കാതെയാണ്. വേണ്ടുമ്മ, ചായ ഒന്നും ഇപ്പോൾ വേണ്ട, ഞങ്ങൾ ഡ്യൂട്ടി ഉണ്ടേ. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള സിസ്റ്റേഴ്സിന് ഞാൻ എടുക്കുള്ളൂ. ഇവിടെ ഞാൻ സ്പെഷ്യലായിട്ട് കരുതിയതാണ്. അതുകൊണ്ട് അവളെ പെട്ടെന്ന് അവളെയും കൊണ്ട് പോകണം. ഓക്കെ, എന്നാൽ ശരി. ബുഷി, ആ, ഫ്രണ്ടിലിരുന്നോളൂ. ആ, അത് വേണ്ട, ഞാൻ പിന്നിലിരുന്നോളാം. അതെന്താ? ബുഷി എന്താ അങ്ങനെ പറയുന്നത്? ബുഷി, ഫ്രണ്ടിൽ കയറിയിരിക്കെ, അയാൾ കൽപ്പിച്ചു. ഡോക്ടറല്ലേ പറയുന്നത്. എന്താ ബുഷി, ഇതെന്താ? ഒരുമിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ എന്തിനാ പിന്നിലിരിക്കുന്നത്? ഒന്നുമല്ല. അത് അവൾക്ക് ഭയമുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് എങ്ങാനും അത് കണ്ട് എന്തെങ്കിലും വിചാരിക്കോ എന്ന് കരുതിയിട്ട്. ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ബുഷി ഫ്രണ്ടിൽ കയറിയിരിക്കുക. പകുതി വഴിയിലെത്തിയപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു. അങ്ങനെ അതാ അവൾ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു. എന്താ ബുഷി, നീ എന്നെ എപ്പോഴും അന്യനായിട്ടാണോ കാണുന്നത്? പറവണ്ണേ,
ഇപ്പോഴും നീ അന്യനായിട്ടാണോ എന്നെ കാണുന്നത്? ഞാൻ ഇത്രയധികം നിന്നോട് ഇടപഴകിയിട്ടും ഒരുപക്ഷെ നിൻ്റെ ഭർത്താവ് പോലും നിന്നോട് ഇത്രയധികം ഇടപഴകിയിട്ടുണ്ടാവില്ല. നിൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. എനിക്കൊരു അധികാരം പോലെയൊക്കെ തോന്നുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഉഷ എന്നെ വല്ലാതെ ഭയക്കുന്നുണ്ട്. എന്തിനെന്നെ ഭയക്കുന്നത്? എൻ്റെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് ഭയമാണോ? നീ പലപ്പോഴും ഞാൻ നിന്നെ നോക്കുമ്പോൾ നീ അത് ഫേസ് കട്ട് ചെയ്യുന്നു. പെട്ടെന്ന് നിനക്ക് എന്തെങ്കിലും സത്യം പറ, വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? സത്യം പറയണം. ഞാൻ നിന്നെ ഇത്രമാത്രം നിനക്ക് വേണ്ടിയിട്ട് ഇത്ര താഴ്മയോട് സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി ഇത്രയും ആനുകൂല്യങ്ങൾ ഇളവും. ഒരാളെ എത്രയോ സിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ ഒരാളെ ഞാൻ കൊണ്ടുപോകാൻ പോയിട്ടില്ല. അവരൊക്കെ വരും ആ ടൈം ആകുമ്പോൾ, നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ. പക്ഷെ നിന്നെ ഞാൻ ഇവിടെ വന്ന് എടുക്കാൻ കാരണം എന്താ? എനിക്ക് നിന്നോടുള്ള ഒരു എന്താ പറയുക, എനിക്ക് നിന്നോട് അത്രയ്ക്കൊരു ആരാധനയാണ്. നീ എൻ്റെ സിസ്റ്ററാണ്, ഓക്കെ. നീ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എൻ്റെ അസിസ്റ്റൻ്റാണ്, ഓക്കെ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് നിന്നോട് കൂടുതലായിട്ട് ഒരു എന്തോ പറയാൻ പറ്റാത്തൊരിതുണ്ടായതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നീ അത് തള്ളി മാറ്റാനും ശ്രമിക്കുന്നു. ബുഷി, ഞാൻ നിന്നെ പേര് പോലും വിളിക്കാറില്ല അല്ലേ? ബുഷ്ര സിസ്റ്റർ എന്ന് എല്ലാവരും പറയും. പക്ഷെ ഞാൻ നിന്നെപ്പോൾ ബുഷി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്നോടുള്ളൊരു അടങ്ങാത്തൊരു സ്നേഹം കൊണ്ട്, മറ്റൊന്നുമല്ല. ബുഷി, പിന്നെ എന്താ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് നിനക്ക് എന്നോടെന്തെങ്കിലും മടുപ്പുണ്ടോ, ദേഷ്യമുണ്ടോ? സത്യം പറയണം. സാറ് അതിന് എന്താ? അതെ, എനിക്ക് എന്താ പറയാൻ അറിയുന്നില്ല. സാറിൻ്റെ നേഴ്സല്ലേ ഞാൻ, നിങ്ങളെൻ്റെ ഡോക്ടറും അല്ലേ? അപ്പോൾ പിന്നെ ശരിക്കും ബുഷിക്ക് എന്ത് പറയണമെന്നായിപ്പോയി. അദ്ദേഹത്തിൻ്റെ സംസാരം, ഒരു ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് ഡോക്ടറിൻ്റെ മനസ്സിൽ വേറെ വല്ലതും ഉണ്ടോ? എനിക്കറിയുന്നില്ല. ബുഷി, ഞാൻ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ അതിന് ടൈമില്ല. ഒരു പക്ഷേ നമ്മളങ്ങ് പോകുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നിൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരുന്നത്. നിൻ്റെ ഹസ്ബൻഡിന് ഞാൻ നിന്നെ കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. മൂപ്പർക്ക് അതിനൊക്കെ വലിയ സമ്മതം തന്നെയാണ്. എന്നെ പറഞ്ഞയച്ചതാണ്. എന്നോട് പറഞ്ഞു ബുഷിയെ കൂട്ടിയിട്ട് പോരുന്നു. അങ്ങനെ ഞാൻ കൂളായിട്ട് വന്നു. അങ്ങനെയൊക്കെ ഒരു സന്തോഷകരമായ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. പെട്ടെന്നതാ അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഓഹ്, സർ ആരാ? എന്ത് ഫോൺ എടുക്കാത്ത? എന്ത് കട്ടാക്കിയത്? അത് എന്ത് സർ? ഒന്നുമില്ല. വീണ്ടും അതാ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, പറയടി. എന്തേക്കാ നിങ്ങളെന്താ വരാത്തത്? ഇന്ന് വരും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്ത് വന്ന് കാണുന്നില്ലല്ലോ? കുഞ്ഞ് കാണാൻ വേണ്ടി കരയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ വരാം, ഞാൻ വിളിക്കാം. ഇന്ന് എനിക്ക് നൈറ്റാണ്. എന്നാൽ പിന്നെ നാളെ രാവിലെയെങ്കിലും വരണേ. സർ ആരാ? എൻ്റെ അത് നീ അറിയണ്ട. എന്ത് സർ? വൈഫാണോ? വൈഫോ? എനിക്കോ? എന്നെ കണ്ടാൽ തോന്നുമോ? ഇല്ല. യെസ്, വൈഫാണ്. ഇപ്പോൾ വൈഫ് മാരീഡ് ആണല്ലേ? ഒരു കുട്ടിയുണ്ട്. അങ്ങനെ. എന്തായാലും വൈഫിന് 2 ദിവസം കൊണ്ടുപോവാ ഹോസ്പിറ്റലിലേക്ക്. ഭയങ്കര ഒരു ഫോൺ, ഒരു മെസ്സേജ് കണ്ടാൽ തന്നെ ഭയങ്കര സംശയത്തിൻ്റെ ആളാണ്. ഞാനിപ്പോൾ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നക്കാരി. അതായത് ചെറിയ എന്തെങ്കിലും കണ്ടാൽ ഒപ്പോൾ എന്താണ് മുന്നിൽ കാണുന്നത് അടുത്ത് ഒരൊറ്റ ഏറായിരിക്കും. അതാണ് ലാപ്ടോപ്പ്, ഫോണ്, കമ്പ്യൂട്ടർ, TV, വിലപിടിപ്പുള്ള എന്തൊക്കെ വീട്ടിലുണ്ടോ എറിഞ്ഞ് പൊട്ടിക്കും. അതാണ് അവളുടെ ക്യാരക്ടർ. ഇപ്പോൾ കാണാനായിട്ട് വിളിച്ച് നോക്കുകയാണ്. സർ അതെന്താ അങ്ങനെ? എന്ത് ചെയ്യാം, ഭയങ്കര സംശയരോഗം. സാറിൻ്റെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും. സാറ് എല്ലാവരോടും ഇങ്ങനെ ഇത്രമാത്രം ഇടപഴകുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഏതൊരു ഭാര്യക്കായാലും ഭർത്താവിനായാലും സംശയം തോന്നുമല്ലോ. ബുഷി തുറന്നടിച്ച് സംസാരിച്ചു. നീ തരക്കേടില്ലല്ലോ, നിൻ്റെ നാവ് പുറത്ത് ചാടിയല്ലോ ഇത് പറഞ്ഞപ്പോൾ. എന്താടി, എനിക്ക് നിന്നോട് സംസാരിക്കുന്നതിൽ എന്താ, നിനക്കെന്തെങ്കിലും
അല്ല, ഞാൻ പറയാന്ന് മാത്രം. പെട്ടെന്നതാ ആ ഗ്രേ കളർ കാറ് അവരെ പാസ് ചെയ്ത് അങ്ങോട്ട് പോയി. എൻ്റെ ഇക്ക പോട്ടെ, ഡ്യൂട്ടി കഴിഞ്ഞ് പോട്ടെ, പോയി നല്ലോണം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. രാവിലെ നല്ല തിരക്കായിരുന്നു, ഉച്ചൻ്റെ ശേഷവും തിരക്ക്, ഫുൾ തിരക്ക്. ഇനി അവൻ റിലാക്സായി ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ. അല്ലെങ്കിലും നീ അവിടെ ഉണ്ടെങ്കിലും റിലാക്സായി കിടന്നുറക്കത്തിന് കുറവൊന്നും ഉണ്ടാവില്ലല്ലേ ലെഡി? ബുഷി ഒരു നിമിഷം മൗനം പാലിച്ചു. സാർ എന്താ നീ മിണ്ടാത്തത്? റിലാക്സായി കിടന്നുറങ്ങാനും റെസ്റ്റ് എടുക്കാനും സമയം കിട്ടുകയില്ലല്ലോ എന്ന്. കാരണം അത് മാത്രമല്ലേ അറിയുള്ളൂ, ഉറങ്ങാൻ. അതെ, തൻ്റെ ഭർത്താവിനെ കുറിച്ച് അത് പറഞ്ഞപ്പോൾ ബുഷിക്ക് വല്ലാത്തൊരു ടെൻഷനായി. സർ, അവളുടെ മുഖം വല്ലാതെയായി. ബുഷ്റ, എനിക്കെല്ലാം അറിയാം പെണ്ണേ. അവൻ ഇത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയല്ലേ നിന്നെ കണ്ടപ്പോൾ ഞാനങ്ങ് കൂട്ടുപിടിച്ചത്. എന്താ പിന്നെ ബുഷ്റ, നിനക്ക് കുറച്ചുകൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതിന് നീ എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണം. ഫ്രീ എന്ന് വെച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ പോരാ, ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ അതെല്ലാം പറഞ്ഞു കഴിയുകയുള്ളൂ. സാർ എന്താ പറയുന്നത്? അതിന് മാത്രം എന്ത് രഹസ്യമേ പറയാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, അതൊക്കെയുണ്ട് മോളെ. അങ്ങനെ ഏതാ അവർ ഹോസ്പിറ്റലിലെത്തി. പിന്നെ നിൻ്റെ ഹസ്ബൻഡ് ഇറങ്ങിപ്പോയല്ലോ, കുഴപ്പമില്ല, കൂളായിട്ട് ഒരുമിച്ച് തന്നെ നടന്നോ, നോ പ്രോബ്ലം. എന്തിന്? ഡോക്ടേഴ്സിൻ്റെ കൂടെയല്ലേ സിസ്റ്റേഴ്സ് വരിക, പിന്നെ ഇപ്പം എന്താ? അങ്ങനെ ഏതാ അവർ അവിടെ നിന്ന് കാറിൽ നിന്നിറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് റെക്കോർഡ് ബുക്കുകളും കാര്യങ്ങളും എല്ലാം എടുത്തു. സാറിൻ്റെ റൂമിൽ പോയി. അങ്ങനെ ഏതാ അന്ന് അവർ മറ്റ് സിസ്റ്റേഴ്സും വന്നു. ഡോക്ടർ അവരോടായി പറഞ്ഞു, ഓക്കെ, കറക്റ്റ് ടൈം, അതാണ് എൻ്റെ മെയിൻ. അത് ടൈമിംഗ് പാലിക്കണം എപ്പോഴും, ഒരാളും ലേറ്റ് ആവരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, പിന്നെ കറക്റ്റ് രീതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പേഷ്യൻസിന് നിങ്ങൾ ചെയ്തു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. എൻ്റെ പേഷ്യൻസിന് ഒരിക്കൽ പോലും യാതൊരു രീതിയിലുള്ള പ്രോബ്ലംസും വരാൻ പാടില്ല. എല്ലാം കറക്റ്റ് രീതിയിലെല്ലാം ചെയ്തു കൊടുക്കണം. ഓക്കെ, പിന്നെ ഡിസിപ്ലിൻ അത് മെയിനാണ്. ഓക്കെ, പിന്നെ കറക്റ്റ് ടൈമിന് പേഷ്യൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. നമ്മുടെ പേഷ്യൻറ്റിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരാൻ പാടില്ല, പ്രത്യേകമായിട്ട് അവർ കെയർ ചെയ്യണം. ഓക്കെ, എന്നാൽ ഒന്ന് റൗണ്ടിങ് ചെയ്തു വരാം. എല്ലാവർക്കും ഒക്കെ ഓക്കെ അല്ലേ? സർ. എന്താ ബുഷ്റ ഒന്നും മിണ്ടാത്തത്? ഓക്കെ സർ. അവൾ ഒരു നിമിഷം വിചാരിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു. അത് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഭർത്താവ് കടന്നു വരുന്ന സമയം, ബുഷി എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരുന്ന ആ സമയം, ഞാൻ അവിടെ ഇല്ലാത്ത സമയം. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? അതെ, അവൾ അതായിരുന്നു വിചാരിച്ചിരുന്നത്. എന്താ ബുഷ്റ നിനക്കൊരു ആലോചന? അതെ, ഡോക്ടേഴ്സ് മീറ്റിംഗ് നടക്കുമ്പോഴും നിങ്ങൾ തമ്മിലുള്ള കൺവേഴ്സേഷൻ നടക്കുമ്പോഴും നിങ്ങൾ ഒരിക്കൽ പോലും മറ്റ് ചിന്തകളിലേക്ക് പോകാൻ പാടില്ല. ബുഷ്റ, കമോൺ. എന്താ അവിടെ പോയിരിക്കുന്നു? ഇവിടെ വന്നിരിക്കൂ. ഓക്കെ, എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് വേണമെന്ന്. ഇത് പല ചിന്തകളായി കടന്നു പോയാൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഓക്കെ, കമോൺ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നാൽ ഈ സമയം അതാ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. എന്തൊരു മഴ! അദ്ദേഹം സൂപ്പർ മാർക്കറ്റിൽ കയറി തൻ്റെ പ്രിയപ്പെട്ട ബുഷിക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി, ഉമ്മാക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. അതിനിടയിൽ അയാൾ അത് കണ്ടു. മറ്റൊന്നുമല്ല, എൻ്റെ ബുഷിക്ക് ഒത്തിരി ഇഷ്ടം ഡ്രോയിങ്. അതെ, കൊച്ചു കുട്ടികളെ പോലെയാണ്. ഡ്രോയിങ് വരക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓള് സന്തോഷം കെടുത്തരുതല്ലോ. അവൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഡ്രോയിങ് ബുക്കും അതിനുള്ള പെന്നും വാങ്ങി. അങ്ങനെ അതാ കാറിൽ നിന്നിറങ്ങി നേരെ ഉമ്മാ ബുഷി, ഉമ്മാ ബുഷി എന്ന് പറഞ്ഞ് വാതിൽ മുട്ടി വിളിച്ചു. അല്ല, മോൻ വന്നല്ലോ. ഉമ്മ വാതിൽ തുറക്കുന്നു. മോനെ. ഉമ്മ അസ്സലാമു അലൈക്കും. എവിടെ ബുഷി? എവിടെ? അവൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്താടാ ബുഷിമ്മ എവിടെ? ബുഷി മോനെ. അപ്പം ബുഷി എന്താടാ ഈ പറഞ്ഞ? എൻ്റെ ഹോസ്പിറ്റലിലേക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ബുഷി വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നേരമായാലും പോയിട്ട്. നൈറ്റ് ഡ്യൂട്ടി?
ആ ഓൾക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, അപ്പം അവളൊന്ന് പോയില്ലേ കൊണ്ടുവരാൻ. നിനക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സിനാൻ വന്ന് കൊണ്ടുപോയില്ലേ സിനാൻ ഡോക്ടർ. ഒരു നിമിഷം അതാ അവൻ്റെ കൈകളിലുള്ള സാധനങ്ങളെല്ലാം കയ്യിൽ നിന്ന് ഉതിർന്ന് വീണു. എന്താടാ, എന്താ ഇതൊക്കെ ഇടുന്നു ഉമ്മ? ബുഷി ആ സിനാന് വന്ന് കൊണ്ടുപോയേ. നൈറ്റ് ഡ്യൂട്ടിയാണ്, നിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു രണ്ടു പേർക്കും ഒരേ സമയത്ത് ഡ്യൂട്ടി ചെയ്യാൻ മതിയായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും ഇനി 1-2 ദിവസമൊക്കെ ശീലാവേണ്ടിയതല്ലേ, അങ്ങനെയൊക്കെ വേണ്ടി വരില്ലേ, എപ്പോഴും പകല് കിട്ടൂലല്ലോ സിസ്റ്റർമാർക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഉമ്മയെ, എന്താടാ? ഒന്നുമില്ല. ഉമ്മ കാണാതെ കണ്ണുകൾ തുടച്ച് അവൻ നേരെയതാ തൻ്റെ റൂമിലേക്ക് കയറി പോകുന്നു. സാധനങ്ങളൊക്കെ നിലത്തിട്ടിട്ടാണോ മോനെ പോകുന്നത്? എന്നാൽ അതാ അതിൽ നിന്ന് ആ ഉമ്മാക്ക് ഒരു പേനയും ഒരു ബുക്കും. ഇതെന്താ കുട്ടിയാക്കുള്ള ഡ്രോയിങ് ബുക്കോ? ഇതിപ്പോൾ ആർക്കും മോനെ ഡ്രോയിങ് ബുക്കും കൊണ്ടൊക്കെ വന്നിക്കണിപ്പോൾ ആർക്കാ? അതെ, തൻ്റെ പ്രിയപ്പെട്ട ബുഷിക്ക് വരയ്ക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഡയറികളിലെ പേജുകളിൽ വരക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് സ്പെഷ്യലായിട്ടൊരു ബുക്കും പെന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കാന്നാവോ ഉമ്മ അത് ഭദ്രമായി എടുത്തു വെച്ചു. മോനെ നല്ല ഇഷ്ടപ്പെട്ട മുട്ടായികളും പഴങ്ങളും എല്ലാം ഉണ്ടല്ലോ. സന്തോഷത്തോടെ ഉമ്മ അതൊക്കെ എടുത്തു വെച്ചു. എന്നാൽ അവന് റൂമിൽ കയറി വിതുമ്പിക്കരഞ്ഞു. ബുഷി, സിനാൻ നിന്നെ കൊണ്ടുപോയി അല്ലേ? നേരെ അവൻ ബാത്റൂമിലേക്ക് കയറി തലയിലൂടെ ഷവറിട്ടു. അതെ, ആ ഷവറിൽ നിന്നൊഴുകി വരുന്ന ആ ഒരു വെള്ളത്തുള്ളികൾക്കിടയിലൂടെ അവൻ്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ബുഷി, അവൻ നിന്നെ കൊണ്ടുപോയി അല്ലേ? അവൻ നിന്നെ കൊണ്ടുപോയി. മോനെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാ കുടിക്കാനേ മോനെ, ഉമ്മ വിളിച്ചു. അവൻ ബാത്റൂമിൽ നിന്ന് എങ്കിലും അല്പസമയം കൂടി ചിലവഴിച്ചു. തല തോർത്തി വന്നു. മോനെ എത്ര സമയമായി കുളി? മഴ അങ്ങനെ പെയ്യണ ഈ സമയത്താണ് ഇങ്ങനെ കുളിക്കുന്നത്, മതി. അതെ, അവൻ കുളിക്കുകയല്ലായിരുന്നു, പകരം തലയിലൂടെ ഷവർ ഇട്ട് കണ്ണുകളിലൂടെ അവൻ്റെ ചുടുകണ്ണീർ ഒഴുകി ആ ഒരു ശരീരത്തിലൂടെ ചുടുമഴ പെയ്യുന്ന പോലെയായിരുന്നു. അത്രക്കും കണ്ണുനീരായിരുന്നു അവനെ ഒലിച്ചിറങ്ങിയത്. തൻ്റെ ജീവിതത്തിലെ വിധിയോർത്ത്, തൻ്റെ വിഷമമോർത്ത് അവൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ബഷീ, നിന്നെ അവൻ സ്വന്തമാക്കിയല്ലേ? എന്നിൽ നിന്ന് അവൻ നിന്നെ തട്ടിയെടുത്തു. അതെ, ഞാൻ പാവല്ലേ, കഴിവ് കെട്ടവനല്ലേ, എല്ലാ കഴിവുകളുള്ളത് അവനല്ലേ, അവനക്കല്ലേ നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുള്ളൂ. എനിക്ക് നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലല്ലോ ബുഷി. ഞാനൊരു പാവല്ലേ, കഴിവ് കെട്ട ആള്, എന്നെ കൊണ്ടൊന്നിനും കഴിവില്ലല്ലോ ബുഷി. അദ്ദേഹം വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. മോനെ എന്താ മോനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത്? വേഗം ബാത്റൂമിൽ നിന്ന് ഇറങ്ങ്. അവൻ മനമില്ലാ മനസ്സോടുകൂടി ഇറങ്ങി. തലയൊന്നും തോർത്തിയില്ലല്ലോ. ഉമ്മ പെട്ടെന്ന് തന്നെ അതാ ടവലെടുത്ത് അവൻ്റെ തലയെല്ലാം തോർത്തി കൊടുത്തു. എന്താ ഇങ്ങനെ ഉമ്മ? മോനെ എന്താ? ഒന്നുമില്ല ഉമ്മ. ഉമ്മ എന്തിനാ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? മോനെ, എൻ്റെ കുട്ടിക്കൊരാൾ വേണ്ടേ? എൻ്റെ കുട്ടിക്കൊരാൾ വേണമല്ലോ. എൻ്റെ കുട്ടിക്ക് ഉമ്മ എന്നും ഉണ്ടാവില്ലല്ലോ, ഉമ്മ മരിച്ചു പോവില്ലേ? ഉമ്മ മരിച്ചു പോയാൽ എൻ്റെ കുട്ടിക്ക് ആരാ ഉണ്ടാകുക? ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും കഴിയൂല, ഒരാൾ എപ്പോഴും വേണം. ബുഷി സ്നേഹമുള്ള കുട്ടിയാണ്, എന്നാലും അങ്ങനെ ഒരു മോള് നമുക്ക് കിട്ടിയല്ലോ. ഉമ്മാൻ്റെ മോന് കഴിവില്ലാത്ത മോനല്ലേ? ഉമ്മാൻ്റെ മോനക്ക് ഒന്നിനുള്ള കഴിവില്ലല്ലോ. ഒരു പെണ്ണും എൻ്റെ കൂടെ നിൽക്കില്ലല്ലോ. ആര് പറഞ്ഞു? ബുഷി നിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, നല്ല സ്നേഹമാണല്ലോ. ഉമ്മ ശരിയാണ്, പക്ഷേ എന്തെൻ്റെ കുട്ടി കരയുന്നത്? ഒന്നും വിഷമിക്കല്ലേ, അതൊക്കെ ശരിയാവും. പിന്നെ പഠിച്ചോ വിചാരിച്ച കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നൊരു പണിയില്ല. എന്നാൽ അത് കേട്ടപ്പോൾ ദയനീയമായി അവൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. അതെ, ഉമ്മ എന്തെന്നെ കൊണ്ട് വിചാരിച്ചത്? ഉമ്മ എന്തായിരിക്കും എന്നെ കൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവുക? മോൻ വിഷമിക്കില്ലടാ.
പാവം എൻ്റെ മോൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, ഏതൊക്കെയാവോ മോന് നല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ? എന്നാൽ അതുകൂടി കേട്ടപ്പോൾ ശരിക്കും നമ്മുടെ ഡോക്ടർ അൻഷിഫിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അതിനെക്കുറിച്ച് ഓർത്തു. അതെ, നൈറ്റ് ഡ്യൂട്ടി, സിനാൻ്റെ കൂടെ എൻ്റെ ബുഷി പോകുന്നത്. അല്ലാ, എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അല്ലാ. അവൻ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.